ദൈവത്തിന് മഹത്വം. സന്യങ്ങൾ പറഞ്ഞു 30 മിനിറ്റ് സംസാരിക്കാമെന്ന്. ഞാൻ ആരുടെയും സമയം കവരുവാൻ ആഗ്രഹിക്കുന്നില്ല. കഴിവതും സമയത്ത് തന്നെ നിർത്തുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇന്നത്തെ വചനധ്യാനത്തോടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ദൈവത്തിന് മഹത്വം. ഈ വർഷത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ദിവസം നമുക്കൊരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയ വലിയ സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വിവിധ സ്ഥലങ്ങളിൽ, പത്തനംതിട്ടയിൽ, അതുപോലെ കുമ്പനാട് പോയിട്ടുള്ളവരുണ്ടോയെന്നറിയില്ല, കൺവെൻഷനും അങ്ങനെയുള്ള വലിയ പ്രസംഗങ്ങളൊക്കെ നാം കേൾക്കുകയായിരുന്നു. 31-ാം തീയതി നമുക്ക് വളരെ ചെറിയൊരു സമയം മാത്രമേ വചന ശുശ്രൂഷയ്ക്ക് ലഭിച്ചുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 7 മിനിറ്റ്. ആ 7 മിനിറ്റ് കൊണ്ട് സജിത് സഹോദരൻ വളരെ അനുഗ്രഹീതമായ രീതിയിൽ കാര്യം കൈകാര്യം ചെയ്തു. വലിയ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവം നമ്മെ തകർത്ത് കളയാതിരിക്കുന്നത് അവൻ്റെ നാമത്തിൻ്റെ മഹത്വവും അവൻ്റെ സ്തുതിയും കാരണമാണ്. അതിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് നാം ചിന്തിച്ച് ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ദൈവത്തിൻ്റെ നാമത്തിന് എന്താണ് ഇത്ര വലിയ മഹത്വം. അവൻ്റെ സ്തുതി അത് കാരണമാക്കി എന്തുകൊണ്ടാണ് നമ്മെ തകർത്ത് കളയാതിരിക്കുന്നത് എന്നുള്ളത്. അതേ ആശയം വരുന്ന ചിന്തയാണ് നാം കേട്ടപ്പോൾ ഒരു പക്ഷേ ചിന്തിച്ച് കാണും. ഭൂലോകത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായ മനുഷ്യൻ മോശ എന്ന് വായിക്കുകയുണ്ടായി. നമുക്കറിയാം, ശരിയാണ്, അതിസൗമ്യനായ മനുഷ്യനാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം അവൻ്റെ ജനനത്തോടും ജീവിതത്തോടുമുള്ള ബന്ധത്തിൽ അത്ര സൗമ്യതയൊന്നും അവൻ്റെ ജീവിതത്തിൽ, ഡോക്ടർ പറഞ്ഞതുപോലെ ചില സന്ദർഭങ്ങളിൽ അവൻ്റെ സൗമ്യതയൊക്കെ വിട്ട് ക്രൂരനായ അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴും നമുക്ക് മോശയിൽ വീക്ഷിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ സൗമ്യത വിട്ടത് നീതിയല്ലാത്ത, ന്യായമല്ലാത്ത കാര്യം കണ്ടപ്പോഴാണ് അവൻ്റെ ഉള്ളിലെ ന്യായം അത് ഉണർന്നത്. അതുകൊണ്ടാണ് അവന് ഒരു ഇസ്രയേലിയനെ മർദ്ദിക്കുന്നത് കണ്ടിട്ട് ഒരു മിസ്രയനെ കൊല്ലുവാനായിട്ട് ഇടയായത്. നമുക്കറിയാം, മോശയുടെ ജീവിതത്തിലെ അവൻ്റെ ജീവിതത്തിലെ വയസ്സ് മുഴുവൻ, അവൻ്റെ ജീവിതം മുഴുവൻ നാം നോക്കിയാൽ ഒരു 3ആയിട്ട് നമുക്ക് തരം തിരിക്കുവാനായിട്ട് കഴിയും. ആദ്യത്തെ 40 വർഷം അവൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വസിച്ച നാളുകളായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 40 വർഷത്തോളം അവന് മിദ്യാനിൽ അവിടെ ആടുകളെ മേയിക്കുന്ന ഒരു ഇടയൻ എന്നുള്ള രീതിയിലും, അതുപോലെ ആ രീതിയിൽ അവൻ ഓടിപ്പോയ സ്ഥലത്ത് അവിടെ വസിക്കുവാൻ ഇടയായി. അത് കഴിഞ്ഞിട്ടുള്ള 40 വർഷക്കാലം ഏകദേശം മരുഭൂമി പ്രയാണത്തിലായിരുന്നു. നമുക്കറിയാം, വളരെ അനുഗ്രഹീതമായ രീതിയിലുള്ള ജനനം, ആ രീതിയിൽ എല്ലാ രീതിയിലുള്ള അഭ്യാസങ്ങളും എല്ലാ രീതിയിലുള്ള വിദ്യകളും അഭ്യസിക്കുവാനൊക്കെ കൊട്ടാരത്തിൽ നിന്ന് അവന് സാധിച്ചു എന്ന് നമുക്കറിയാം. അവൻ്റെ ജീവിതം നാം നോക്കുകയാണെങ്കിൽ ഒരു നിസ്സാരമായിട്ട് ഒരു മനുഷ്യനെ കൊല്ലണമെങ്കിൽ സാധാരണപ്പെട്ടവർക്കൊന്നും അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ അടിക്കുവാനോ മുറിവേൽപ്പിക്കുവാനോ അല്ലെങ്കിൽ മർദ്ദിക്കുവാനോ ഒക്കെ കഴിയും. അടികൊണ്ട് മരിക്കണമെങ്കിൽ അവന് ഒരു ആയോധന കലയൊക്കെ ആർജിച്ച ഒരു മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ആ രീതിയിൽ ഒക്കെ അവൻ ആയിരുന്നിട്ടും അവനെ മിദ്യാനിൽ അവിടെ പോയപ്പോൾ അവിടെ ഇടയപ്പണിയാണ് അവന് നൽകിയത്. ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്താൽ അവനിലൂടെ അവനെ ചെയ്യുവാൻ, അവനെ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ ദൈവത്തിൻ്റെ ആ വലിയ പ്രവർത്തനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ദൃഷ്ടി എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ അടിമത്വത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുവാനായിട്ട് അതിസൗമ്യനായ, ഇത് വേറാരും പറയുന്ന വാക്കല്ല, അതിൻ്റെ താഴോട്ടുള്ള വാക്യം വായിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ദൈവമായ യഹോവയായ ദൈവം തന്നെ അവിടെ അരുളി ചെയ്യുകയാണ്. താഴോട്ടുള്ള വാക്യങ്ങളിൽ 7-ാം വാക്യം മുതലുള്ള വാക്യം വായിച്ചാൽ നമുക്കറിയാം, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിനൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക്, താഴോട്ടുള്ള വാക്യം ഞാൻ വായിക്കുന്നില്ല, യഹോവയായ ദൈവത്തിൻ്റെ തന്നെ
ഒരു അരുളപ്പാടായിട്ടാണ് അവിടെ കാണുന്നത്. എൻ്റെ ദാസനായ മോശ, അവൻ എൻ്റെ ഗൃഹത്തിനൊക്കെയും, അത് പറയുന്ന സന്ദർഭം താഴോട്ടും മേളിലോട്ടുമുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. അങ്ങനെ ദൈവം തന്നെ സാക്ഷീകരിക്കുന്ന വാക്കുകളാണ് ഭൂലോകത്തിലുള്ള സർവ്വജനത്തിനും മഹാസൗമ്യനായ മനുഷ്യൻ എന്നുള്ള ആ വാക്കിന് അർഹനായി തീർന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മോശയെക്കുറിച്ചല്ല. മോശയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം ഉപയോഗിച്ചപ്പോൾ ചില ആളുകളൊക്കെ അവൻ്റെ ജീവിതത്തിൽ നല്ലതായിട്ടും മോശമായിട്ടും ഒക്കെ അവനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളവരിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് ചില സഹോദരിമാരെയാണ് അങ്ങനെ കാണുവാനായിട്ട് ഇടയായത്. അങ്ങനെ സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് എൻ്റെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കഴിയുന്നത്ര ചില സഹോദരിമാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ ലഭിക്കുന്നത്ര സമയം കൊണ്ട് എത്ര പേരെ എനിക്ക് വിവരിക്കുവാൻ കഴിയും ആ രീതിയിൽ അത് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, മോശയുടെ ജീവിതം നാം നോക്കുകയാണെങ്കിൽ ലോകത്തിൽ അനേക പുരുഷന്മാരും മാറ്റം വരുത്തിയിട്ടുണ്ട് ജീവിതത്തിൽ. അവൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ അവനെ രൂപപ്പെടുത്തുന്നതിനായിട്ട് അനേകരുടെ പ്രവർത്തനങ്ങൾ അവന് സഹായമായിരുന്നു, അവനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സഹോദരിമാരെക്കുറിച്ച് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില സംഗതികൾ അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനായിട്ട് പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. കേൾക്കുന്ന ശ്രോതാവായിരിക്കുന്ന ഓരോരുത്തരും ഇത് സഹോദരിമാർക്ക് വേണ്ടി എന്നുള്ളത് എന്ന് മാത്രം ചിന്തിച്ച് അങ്ങനെ തള്ളിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് എന്തുമാത്രം പ്രയോജനപ്പെടുത്തുവാൻ കഴിയും എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോരുത്തരുടെയും ചിന്തയ്ക്ക് അത് കാരണമായി തീരട്ടെ. ആദ്യമായിട്ട് നമുക്ക് പുറപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ ശുദ്ധീകരണത്തിന് ചെന്ന് പ്രസവ ശൈലിയിലവരെ കാണുമ്പോൾ കുട്ടി ആണാവുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഇവിടെ നമുക്കറിയാം, എബ്രായ സ്ത്രീകളായ സൂതികർമ്മിണികൾക്ക് ഒരു രാജകൽപ്പന ലഭിക്കുകയാണ്. എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മണത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം. ഇത് വേറെ ആരുടെയും കൽപ്പനയല്ല, രാജാവിൻ്റെ കൽപ്പനയാണ്. നമുക്കറിയാം, അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ മിസ്രൈം രാജാവ് ഷിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതികർമ്മിണികളോട്, അപ്പം നമുക്ക് മനസ്സിലാകും ഇത് ഒരു എബ്രായ സ്ത്രീകൾ തന്നെയാണ്. എബ്രായ സ്ത്രീകളുടെ പ്രസവ ശുശ്രൂഷയിൽ അവരുടെ പ്രസവം എടുക്കുവാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ അവരോട് ഇടപെടേണ്ട കാര്യത്തെക്കുറിച്ചാണ് രാജാവിൻ്റെ അരുളപ്പാട് അവർക്ക് ലഭിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അനേകരുടെ പേര് എടുത്തു പറയാതെ ഇരിക്കുമ്പോൾ ഈ ഷിപ്ര എന്നും പൂവ എന്നും പറയുന്ന 2 സ്ത്രീകളെ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്താനും മാത്രം അവരുടെ പ്രവർത്തനങ്ങൾ അതിമഹനീയമായിരുന്നു എന്ന് താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ നാം ഇവിടെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നുവെങ്കിലും ഇവർ ഒരു ഗൈനോക്കോളജിസ്റ്റ് അതുപോലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ്. അവർ ഭവനങ്ങളിൽ ചെന്നാണ് ആ ഡെലിവറി എടുക്കാറുള്ളത്. അങ്ങനെ ആ ഡെലിവറിക്കായിട്ട് ചെല്ലുമ്പോൾ ആ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൊന്നുകളയണം എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയും, അവർ അങ്ങനെ ചെയ്തില്ല. പലപ്പോഴും ഒരുപക്ഷെ അവരങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക. അവരങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവരിൽ ഉള്ള ആ ആ അതിക്രമ സ്വഭാവം അല്ലെങ്കിൽ കൊല്ലാനുള്ള ക്രിമിനൽ മെൻറ്റാലിറ്റി അത് വളർന്ന് ഒരുപക്ഷെ ഇസ്രയേലിയ ആളുകൾക്കല്ല, അത് ഒരുപക്ഷെ മിസ്രൈമ്യ കുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ അവരുടെ കരങ്ങൾ പക്ഷേ ഉപയോഗപ്പെട്ടേനെയും. അതിൽ നിന്നൊക്കെയുള്ള ഒരു വിടുതലാണ് അവരുടെ തീരുമാനത്തിൽ നിന്നുണ്ടായത്. അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ ചെയ്യണ്ട എന്ന്. അതിന് രാജാവിൻ്റെ വീണ്ടും അവരോട് അതിന് ചോദ്യം വരികയാണ്. അതിന് എക്സ്പ്ലനേഷൻ ചോദിച്ച് രാജാവ് അവരുടെ മുമ്പിൽ എത്തുകയാണ്. നമുക്ക് താഴോട്ടുള്ള കാര്യങ്ങൾ 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ അതിന് പറഞ്ഞ ഒരു കാര്യം, മറ്റ് മിസ്രൈമ്യ സ്ത്രീകളെക്കാളും എബ്രായ സ്ത്രീകൾ ഇസ്രായേലിയ സ്ത്രീകൾക്ക് അവർ ആരോഗ്യവും കരുത്തുമുള്ളവരാണ്,
അവരെ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ അവരുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ രീതിയിൽ ഇടപെടുവാൻ കഴിഞ്ഞില്ല എന്ന് അവരോട് ശരിക്കും പറഞ്ഞാൽ അവർ കള്ളം പറയുകയാണ് ഉണ്ടായത്. എന്നാൽ അവരുടെ ആ ഒരു തീരുമാനം വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. ഒരു സൂതി കർമ്മിണികൾ എന്നുള്ള നിലയിൽ അവർക്ക് ഒരു ഡെലിവറി എടുക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ കൊന്നുകളയുക എന്ന് പറയുന്നത് അത്ര വലിയ ഒരു കാര്യമൊന്നുമല്ല. അവർ ആ ഡെലിവറി സമയത്ത് അമ്മയ്ക്ക് കുഞ്ഞിനെ കുറിച്ചുള്ള നല്ല ബോധം ഒന്നും ഉണ്ടായിരിക്കത്തില്ല. എപ്പോഴും അവർ ആ ഡെലിവറിയുടെ വേദനയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് കുഞ്ഞ് ജീവനുണ്ടോ മരിച്ചോ അത് ഈ പ്രസവം എടുക്കുന്ന ആൾ പറയുമ്പം മാത്രമേ അത് ജീവനുണ്ടെന്ന് ആളിന് മനസ്സിലാവത്തുള്ളൂ. ജീവനോടെ കരഞ്ഞുകൊണ്ട് കാണിക്കുമ്പോൾ ജീവനുണ്ട് എന്ന് മനസ്സിലാക്കും. എന്നാൽ അവർ അങ്ങനെ ആ രാജാവിൻ്റെ കൽപ്പനയെ അത് വയലേറ്റ് ചെയ്യുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത് അത് എത്രയോ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സ്ത്രീകളായതുകൊണ്ടാണ് അവർ രാജകൽപ്പനയ്ക്ക് ധിക്കരിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാകും, എന്തെല്ലാം അതിന് ശിക്ഷാവിധികൾ നേരിടേണ്ടി വരും എന്നറിഞ്ഞിരുന്നിട്ട് കൂടി അവർ അതിന് തയ്യാറാകാതെ അതിനെ വയലേറ്റ് ചെയ്യുവാനുള്ള അവരുടെ ചങ്കൂറ്റം, അത് എന്തു തന്നെ ആയിരുന്നാലും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളും. അനർത്ഥമായ അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യം അത് ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയരുത് എന്നുള്ള ചിന്ത അവരെ ഭരിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ ചെയ്യുവാൻ ഒരിക്കലും കഴിയാതിരുന്നത്. അതുകൊണ്ട് താഴെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സൂതി കർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട് അവർക്ക് കുടുംബവർദ്ധന ലഭിച്ചു ഉണ്ടായി എന്ന് കാണുവാനായിട്ട് കഴിയും. അവരുടെ ആ ജീവിതത്തിൽ അത് വയലേറ്റ് ചെയ്തത് കൊണ്ട് അവർക്ക് വലിയ ശിക്ഷകൾ ലഭിക്കേണ്ട സ്ഥാനത്ത് രാജാവ് അവർ പറഞ്ഞത് വിശ്വസിച്ച് മറ്റൊരു മാർഗം തേടിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ സൂതി കർമ്മിണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വ്യക്തിപരമായ ജീവിതത്തിലും ഈ ഒരു ജോലിയല്ല, ഏത് ദൗത്യമാണെങ്കിലും നാം ജോലിയിൽ ഏർപ്പെടുമ്പോൾ നമുക്കറിയാം ജോലിയിൽ പലവിധമായിട്ടുള്ള സംഘടനകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായേക്കാവുന്ന അവസ്ഥകൾ വരാറുണ്ട്. നീതിയും സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രം അല്ലെങ്കിൽ ന്യായമായിട്ട് ജോലി ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ല അന്നും ഇന്നും നിലകൊള്ളുന്നത്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും സ്വയത്തിൻ്റെ ലാഭത്തിനും അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മഹിമയ്ക്കും അവരുടെ ലാഭത്തിനും വേണ്ടി പല കാര്യങ്ങൾക്കും നാം നിർബന്ധിതരായി തീരാറുണ്ട്. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സൂതി കർമ്മിണികൾ എടുത്തതുപോലെ നീതിയോടും ന്യായത്തോടും ദൈവഭയത്തോടും തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിഞ്ഞാൽ അവർക്ക് അവിടെ ദോഷത്തിന് പകരം ദൈവം നന്മ ചെയ്യും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ദൈവം ഇവിടെ സൂതി കർമ്മിണികളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമുണ്ടായതിൻ്റെ മെയിനായിട്ടുള്ള കാരണം അവരുടെ പേര് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം അനേക ദൈവദാസന്മാരുടെ അല്ലെങ്കിൽ അനേക ആളുകളെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം യോബ് വേദപുസ്തകത്തിലെ തന്നെ ആദ്യത്തെ പുസ്തകം. അവിടെ യോബ് ഇത്ര പ്രസിദ്ധനായ ഒരു പുരുഷനായിരിക്കുമ്പോൾ തന്നെ യോബിൻ്റെ ഭാര്യയുടെ പേര് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എത്രയോ അനേക വലിയ വിലപ്പെട്ട വലിയ ശക്തിമത്തായ ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്താതിരിക്കുന്ന സ്ഥാനത്ത് വെറും നിസ്സാരരായി എന്ന് കരുതുന്ന അവരുടെ പേരുകൾ രേഖപ്പെടുത്തുവാൻ, അവരെ ആദരിക്കുവാൻ തക്കവണ്ണം, സ്വർഗം അവരെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം അവരുടെ പ്രവർത്തനം കാരണമായി എന്നുള്ളത് നമുക്ക് എത്രയോ അനുഗ്രഹത്തിൻ്റെ വിഷയമാണ്. അത് നമ്മളുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളേണ്ട വിഷയം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ അനേകമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ നമുക്ക് ഉണ്ടായേക്കാം. എന്നാൽ അതിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ നാം വിശ്വസ്തയോടുകൂടി ആയിരുന്നാൽ മാത്രമേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് മോശയുടെ മാതാവ് രണ്ടാമത്തെ ഒരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഞാൻ പുറപ്പെട്ട് ഇസ്രായേലിലെ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ വീടുകളിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്ര മോശയോട് സമാധാനത്തോട് പോകാൻ പറഞ്ഞു. യഹോവ മിദ്യാനിൽ വെച്ച് മോശയോട് ഇസ്രായേലിലേക്ക് മടങ്ങി പോകാൻ ജീവകാലം വരുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് അറിയിച്ചു. അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കെട്ടുപുറത്ത് കയറ്റി
ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിന്റെ വടിയും മോശ കയ്യിലെടുത്തു. യഹോവ മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേലിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ കരുതേൽപ്പിച്ചിട്ടുള്ള ദിവസങ്ങളൊക്കെയും ഫറവോന്റെ മുമ്പാകെ ചെയ്യുവാൻ മതി ആൻറ്റി മതി. അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, മോശയുടെ പിതാവ് മോശയെ മിദ്യാനിൽ നിന്ന് ആ ദൈവത്തിൻ്റെ നിയുക്ത കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള സമയമായപ്പോൾ അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ യാത്ര അയക്കുന്ന ഒരു സംഭവമാണ്. വിശദീകരിച്ച് പറയുവാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം, മോശ മിദ്യാനിലേക്ക് ഓടിപ്പോകുമ്പോൾ അവിടെ ഒരു കിണറ്റിൻ്റെ കരിയിൽ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ആ സ്ത്രീകൾ അവിടെ കടന്നു ഇത്രോവിൻ്റെ മക്കളൊക്കെ അവിടെ വെള്ളം കോരാനായിട്ട് വരുമ്പോൾ അവിടെ സഹായിക്കുന്നതായിട്ടും, പിന്നീട് അവർ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഈ ഇവരുടെ പിതാവ് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നതും പിന്നെ മോശ ആ ഭവനത്തിലേക്ക് കടന്നു പോകുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം അവിടെ ഇത്രോവിൻ്റെ മകളെ ഭാര്യയായി മോശയ്ക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, അവിടെ മോശയുടെ ഭാര്യയായി വന്നതിന് ശേഷം ഒരു ഇസ്രയേല്യനാണ്, ലേവി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഈ കാര്യങ്ങളൊക്കെ ഈ മോശയുടെ ഭാര്യ സഹോദരി സിപ്പോറായിക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കാണും. എന്നാൽ അവിടെ യാത്ര അയച്ചതിന് ശേഷം ഈ യാത്രയൊക്കെ വളരെ മംഗളകരമായിട്ട് പോയി. വഴിയിൽ വെച്ച് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഉള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചുരുക്കമായി പറഞ്ഞു പോകട്ടെ. അവിടെ വഴിയിൽ വെച്ച് ഒരു സംഹാരദൂതൻ അവരെ നശിപ്പിക്കുവാനായിട്ട് പുറപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ദൈവത്തിൻ്റെ കൽപ്പന ഈ സഹോദരി അവരുടെ ദൈനംദിന ജീവിതത്തിൽ അത് അനുസരിക്കുവാൻ ഇടയായിട്ടില്ല, അല്ലെങ്കിൽ അത് ചെയ്തില്ല. അതിൻ്റെ കാരണം കൊണ്ടാണ് അവിടെ വെച്ച് ആ തീരുമാനം മാറ്റുന്നതിനും ആ മകനെ അവിടെ വെച്ച് അഗ്രചർമ്മം ഒക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ദൈവവചനത്തിൽ അനേക സ്ത്രീകൾക്ക് അത്യധികമായ പ്രാധാന്യത്തോടുകൂടി നാം പ്രസ്താവിക്കുമ്പോൾ നാം ഓർത്തതുപോലെ ശിപ്രായെയും പൂവായെയും കുറിച്ച് അല്ലെങ്കിൽ അനേക ആളുകളെ കുറിച്ചൊക്കെ എഴുതി വച്ചിരിക്കുമ്പോൾ എത്രയോ അനുഗ്രഹീതമായ ഭൂലോകത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായ മോശയുടെ ഭാര്യ സിപ്പോറയെക്കുറിച്ച് അങ്ങനെ വലിയ രീതിയിൽ പറയുവാനായിട്ട് കഴിയാത്തതിൻ്റെ കാരണം, മിക്ക വിവാഹ വേദികളിലും നാം കേൾക്കാറുണ്ട്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ആദാം ഹൗവ ദമ്പതിമാരെ യോജിപ്പിച്ച ഇങ്ങനെ പറഞ്ഞ് ആ ലിസ്റ്റിലൊന്നും മോശയുടെ പേര് നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. മോശയുടെ പേര് പറയാത്തത് എൻ്റെ കാരണം ഇതുപോലുള്ള സംഗതികൾ അവരുടെ ജീവിതത്തിൽ സഹോദരിമാരായിട്ട് ഇരിക്കുന്നവർ അവരെ ആ ദൈവകൽപ്പനകൾ അനുസരിക്കുകയും അതിനുവേണ്ടി വിധേയപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പല വിധത്തിലുള്ള കാര്യങ്ങളും അവിടെ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. അതിനുശേഷം ഇവർ മടങ്ങി വീണ്ടും മിദ്യാനിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ കാരണം താഴോട്ടുള്ള ഭാഗങ്ങൾ വേദഭാഗങ്ങൾ എടുത്ത് വായിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ലല്ലോ. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 5-ാം വാക്യം ജസ്റ്റ് നമുക്ക് ഒന്ന് വായിക്കാതെ. 18-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ മോശയുടെ അമ്മായിമാരായ യിത്രോ അവന്റെ പുത്രന്മാരോടും അവന്റെ ഭാര്യയോടും കൂടെ മോശ ഇറങ്ങിയിരുന്ന മരുഭൂമിയിൽ ദൈവത്തിന്റെ പർവ്വതത്തിന്റെ അവന്റെ അടുക്കൽ വന്നു. നിന്റെ അമ്മായിപ്പൻ യിത്രോ എന്ന ഞാനും നിന്റെ ഭാര്യയും രണ്ട് പുത്രന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവെന്നോ മതി. ഇത് നമുക്കറിയാം, 18-ാം അധ്യായം എന്ന് പറയുമ്പോൾ ഇത് മരുഭൂമി പ്രയാണത്തിൽ അനേക ദൂരം അവർ പിന്നിട്ടതിന് ശേഷം വഴിമധ്യേ ഇതാ ഇത്രോയും മോശയുടെ മക്കളുമായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ഇതിനർത്ഥം ആ യാത്രയുടെ തുടക്കത്തിൽ മോശയുടെ ഭാര്യ സിപ്പോറ അവരുടെ മക്കൾ അവരോട് കൂടെ ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഒരു മകളായി അല്ലെങ്കിൽ ഒരു പൈതലായി നാം ജനിക്കുന്ന സമയം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട്. ഒരു മകളായി നാം ജീവിക്കുമ്പോൾ, അതിനുശേഷം വിവാഹം കഴിഞ്ഞ് ഒരു സഹോദരിയാണെങ്കിൽ ഒരു ഭാര്യയായി തീരുമ്പോൾ, അതിനുശേഷം കുറച്ചുകൂടെ കഴിയുമ്പോൾ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൾ ഒരു മരുമകളായി തീരുമ്പോൾ അല്ലെങ്കിൽ ഒരു നാത്തൂനായി തീരുമ്പോൾ
അല്ലെങ്കിൽ ഒരു അമ്മായിയമ്മയായി തീരുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വങ്ങൾ ഓരോരുത്തരെയും ഫലമേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ 30 മിനിറ്റ് എടുത്ത് അത്ര ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ ഷോർട്ടായിട്ട് പറഞ്ഞ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ താഴോട്ട് ഞാൻ 6 സഹോദരിമാരെ മോശയോടുള്ള ജീവിതത്തിൽ വരച്ചു കാട്ടി അവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് എനിക്ക് അതിയായ ചിന്തയുണ്ടായിരുന്നു. എന്നാൽ സമയം പോയിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം ഒന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം മോശയുടെ സഹോദരി മിര്യാം എന്താണ് ചെയ്തത്? മിര്യാമിനോടുള്ള ജീവിതത്തിൽ മിര്യാം ഒരു കുഷ്യ സ്ത്രീയെ വിവാഹം കഴിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞ് മോശയ്ക്ക് വിരോധമായി ദൈവസന്നിധിയിൽ പിറുപിറുത്തപ്പോൾ, അതിൻ്റെ വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ദൈവം പലപ്പോഴും ആ വാക്കുകൾ മോശ പോലും കേട്ടില്ല. എന്നാൽ ദൈവം ആ വാക്കുകൾ കേട്ടിട്ട് മോശയെയും അഹരോനെയും മിര്യാമിനെയും അത് ദേവാലയത്തിലേക്ക് വിളിപ്പിക്കുകയാണ്. അവിടെ വെച്ച് അവരോട് പറയുന്ന വാക്കുകളാണ് ഞാൻ ആദ്യം വായിച്ച വാക്കുകൾ. അവിടെ ആ വാക്യങ്ങൾ മുന്നോട്ടും പുറകോട്ടുമുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മിര്യാമിനോട് ദൈവത്തിൻ്റെ കോപം അവിടെ വെച്ച് ജ്വലിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മിര്യാം പൂർണ്ണമായി ഒരു വൈറ്റ് കളർ എന്ന് പറഞ്ഞ ഒരു കുഷ്ഠരോഗിയായി അവിടെ തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ കോപം നേടുവാനായിട്ട് ഒരു നാത്തൂൻ എന്നുള്ള നിലയിൽ 40 വർഷക്കാലം മോശ അവിടെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന കാലത്തോളം നടക്കാത്ത ഒരു വിവാഹം മിദ്യാനിൽ ചെന്ന് അവിടെ അവൻ്റെ അഭയസ്ഥാനമായി അവന് ലഭിച്ച സ്ഥലത്ത് അവനൊരു വിവാഹം കഴിക്കേണ്ട നിർബന്ധം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായ ആ കുഷ്യ സ്ത്രീയാണെന്നും അവൾ മോശമാണെന്നും ഒക്കെ പറഞ്ഞ് അതിനെ പരിഹസിച്ചപ്പോൾ ദൈവത്തിൻ്റെ കോപം അതിന് നേരെ ജ്വലിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്നും വിഭിന്നമായ ഒരു സ്ഥിതിവിശേഷത്തിലല്ല നാം ഓരോരുത്തരുമായിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരു പൈതലായി ജനിക്കുന്ന സമയം മുതൽ നമ്മുടെ ജോലി സമയത്ത് നാം പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ആ ക്ഷിപ്രായെയും പൂവായെയും പോലെ, അതിനുശേഷം നമ്മൾ ഒരു മാതാവായതിനു ശേഷം നാം പാലിക്കേണ്ട ചില കാര്യങ്ങൾ, ഭർത്താവിനോട് ചേർന്ന് അനേക ആളുകൾ നമുക്കറിയാം. ഭർത്താവ് ഒരു പള്ളിയിൽ പോകുന്നു, ഭാര്യ ഒരു പള്ളിയിൽ പോകുന്നു. ഭർത്താവ് ഒരിടത്ത്, ഭാര്യ ഒരിടത്ത്. ഭർത്താവിൻ്റെ വിശ്വാസമല്ല ഭാര്യയുടെ വിശ്വാസം, ഭാര്യയുടെ വിശ്വാസമല്ല ഭർത്താവിൻ്റെ വിശ്വാസം. നാം വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നാം ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ ഭർത്താവിൻ്റെ ആ വിശ്വാസം നല്ലതാണോ എന്ന് അത് വിചിന്തനം ചെയ്താൽ അതിനു മുമ്പേ സമയമുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും സമയം മെനക്കെടുത്താതെ ഏതാണെന്നോ അല്ലെങ്കിൽ അപ്പോഴത്തെ താൽക്കാലികമായ പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ ആകർഷണത്തിലോ വഴിപ്പെട്ട് വീണുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചിട്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഭർത്താവിൻ്റെ ആ വിശ്വാസം യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കിയാൽ അതിനുവേണ്ടി വില കൊടുക്കുവാനോ അതിനുവേണ്ടി ബന്ധപ്പെടുവാനോ കഴിയാതെ അതിനുവേണ്ടി നമ്മുടെ മൽപ്പിടുത്തങ്ങൾക്കും നമ്മുടെ സ്വയത്തിൻ്റെതാകുന്ന ചിന്തകളിൽ നാം വേരൂന്നി അതിനുവേണ്ടി കുടുംബകലഹമുണ്ടാക്കുന്നതിനും അങ്ങനെയുള്ള ഒരു കാലം ാണ് നാമും ഇന്നും ജീവിച്ചിരിക്കുന്നത്. അന്നും അതൊന്നും വിഭിന്നമായ ഒരു കാലമല്ല അന്നും സംഭവിച്ചതെന്ന് ഈ സിപ്പോറയെ സംബന്ധിച്ചും അതുപോലെ മിര്യാമിനെ സംബന്ധിച്ചും നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ കോപം വാങ്ങിച്ചു കെട്ടുവാൻ ഇടവരാതെ നാം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും സഭയിലുള്ളവരെ, ദൈവഭക്തന്മാരെ, ദൈവ ശുശ്രൂഷകന്മാരെ ഒക്കെ മാനിക്കേണ്ട, അവരോട് സംസാരിക്കേണ്ടത്, അവരോട് പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വലിയ ബോധ്യത്തോടു കൂടി പറയുവാൻ കഴിയണമെങ്കിൽ മോശ എന്ന പുരുഷനെ പോലെ ഒരു സൗമ്യത ധരിച്ചുകൊണ്ട് ലോക ജീവിതം നയിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് നേടുവാനായിട്ട് കഴിയത്തുള്ളൂ. മോശയ്ക്ക് എങ്ങനെയാണ് ഇതൊക്കെ ലഭിച്ചത്? അവൻ്റെ ജീവിതത്തിൽ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൻ ഇതിൽ നിന്നൊക്കെയും അവനെ നേരായ പാതയിൽ നടത്തുവാനായിട്ട് ഇടയായത് എന്തുകൊണ്ടാണ്? അവൻ്റെ വിളി സ്വർഗീയ വിളിയായിരുന്നു. അവനെ വിളിച്ചത് ദൈവമാണ്. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും വീണ്ടെടുത്ത് കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത പുരുഷനാണ് മോശ. പ്രിയ ദൈവജനങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മരുഭൂമി പ്രയാണത്തിൽ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മെയും വീണ്ടെടുത്തത് അതേ സ്വർഗീയ രാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാനായിട്ട് നമ്മെ അവൻ വീണ്ടെടുത്തു. അവൻ്റെ പുത്രൻ്റെ പുണ്യാഹ രക്തം കൊണ്ട് നമ്മെ ആ വീണ്ടെടുപ്പിലേക്ക് നയിച്ചുവെങ്കിൽ
നമ്മുടെ ജീവിതത്തിലും ഈ ഉത്തരവാദിത്തങ്ങൾ പാലിക്കേണ്ട ആവശ്യം നമുക്ക് എന്തുമാത്രമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ യാത്രയിലും നമ്മുടെ ജീവിതയാത്രയുടെ ഓരോ പടികളും നാം കടന്നു പോകുമ്പോൾ, നമുക്ക് ഒരു ജോലി ലഭിക്കുമ്പോൾ, നാം ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നാം ഒരു ഭാര്യയായി അല്ലെങ്കിൽ ഒരു ഭർത്താവായി തീരുമ്പോൾ, നാം ഒരു കുഞ്ഞുങ്ങളുടെ അച്ഛനായി തീരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അമ്മയായി തീരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നാത്തൂനായി തീരുമ്പോൾ, ഒരു അമ്മായിയമ്മയായി തീരുമ്പോൾ, ഒരു വല്യപ്പച്ചനായി തീരുമ്പോൾ നമുക്ക് വളരെയധികം ഉത്തരവാദിത്വങ്ങളുണ്ട്. ഓരോ സന്ദർഭത്തിലും ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ ഭദ്രമായി ദൈവത്തെ ഭയപ്പെട്ടും ദൈവ വഴിയിൽ നാം ജീവിക്കുവാൻ നാം കഴിഞ്ഞില്ലെങ്കിൽ നാം എത്രയോ ദോഷകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അനേക ആളുകൾ സ്ത്രീ എന്ന് പറയുന്നത് ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന, ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന പല അനുഗ്രഹീതമായ താലന്തുകളും അനുഗ്രഹീതമായ പൊസിഷനുകളും നൽകിയാണ് ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും അതിനുള്ള സന്ദർഭങ്ങളും അതിനുള്ള അവസരങ്ങളും ഓരോരുത്തർക്കുമുണ്ട്. ആരാണ് ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകാത്തത്? നാം എല്ലാവരും ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നാം പോകുമ്പോൾ ഞാൻ വളരെ നല്ലവനാണ്, ഞാൻ ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ രണ്ട് രൂപം ഇല്ലേ നമ്മൾക്ക്? നമ്മളുടെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു രൂപം ഒന്ന്, അത് യഥാർത്ഥത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ നാം സ്വീകരിക്കേണ്ട സ്ഥാനത്ത് നാം സ്വീകരിക്കുന്ന നമ്മളുടെ ഒരു രൂപം അത് ഒന്ന് വേറെ. ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ കോപം മിരിയാം വാങ്ങിച്ചു കെട്ടിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ കോപത്തിന് പാത്രീഭൂതരാകാതെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന്, അത് ശിപ്രായെയും പൂവായെയും പോലെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയാകട്ടെ. അനേക ആളുകൾ, സ്ത്രീകൾക്ക് ലഭിക്കാത്ത അത്ര അധികം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി, പുരുഷനാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അതിനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ജീവിതത്തിൽ നമ്മെ വിളിച്ചത് ഉലക സ്ഥാപനത്തിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനാണ്. അവൻ ജീവപര്യന്തം നമ്മളെ വഴി നടത്തും, യാതൊരു സംശയമില്ല. എന്നാൽ നാം എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത ആചരിക്കുന്നു എന്നുള്ളത് നമ്മെ ഓരോരുത്തരെയും ശോധന ചെയ്യുവാനും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ.